ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷം ഇതുവരെ ഒരു ലോങ് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷമുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. എയർപോർട്ട് സീൻസാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഉമ്മായും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഇക്കാടെ ബ്രദറാണ് കേട്ടോ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ വന്ന് പിറ്റേ ദിവസം തന്നെയായിരുന്നു കേട്ടോ ഹാറൂൻ്റെയും എൻ്റെ സിസ്റ്ററുടെയൊക്കെ ബർത്ത്ഡേ. അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ളൊരു വ്ളോഗും കാര്യങ്ങളും എല്ലാം അപ്ലോഡും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ സർപ്രൈസും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പടിയായിട്ട് ഹാറൂനൊരു ബർത്ത്ഡേ കേക്ക് വാങ്ങിയിട്ട് നമ്മളെല്ലാവരും കൂടി അവിടെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി. ഇനി ഇത്താത്താക്കുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് സർപ്രൈസ് ആയിട്ട് എൻ്റെ വീട്ടിലേക്ക് പോകാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അങ്ങനെ 9 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ആളുടെ സാധനങ്ങളും കേക്കും അതേപോലെ ഷവർമയൊക്കെ ആയിട്ട് നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ആൾക്കും അതേപോലെ ഹാറൂനും ഒരു ഗിഫ്റ്റ് ഹാമ്പർ ഓർഡർ ചെയ്യാണ് കേട്ടോ ചെയ്തത്. അത് ഞാൻ DCC ഓഫീസിൽ നിന്ന് പോയി എടുത്തിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ ചെയ്തത്. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. രണ്ടുപേർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ബോക്സ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കൊടുത്തു. സർപ്രൈസ് ആയി എന്ന് പറഞ്ഞാൽ അത്രയും സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു. എന്നെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് രാത്രി തന്നെ ഞാൻ പോരുകയാണ് കേട്ടോ ചെയ്തത്. ഹാറൂൻ്റെ പകുതി ഗിഫ്റ്റ് ഐറ്റംസും ഹാസിമും അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ പേരിലായിരുന്നു കേട്ടോ 2-3 ദിവസത്തെ യുദ്ധവും കാര്യങ്ങളൊക്കെ. മഴ കാണാനുള്ള പ്രതീക്ഷയോടുകൂടിയാണ് കേട്ടോ നാട്ടിലെത്തിയത്. പക്ഷെ വന്നിട്ട് വളരെ കുറച്ച് മഴയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളൂ. ചൂടിനാണെങ്കിൽ യാതൊരു കുറവുമില്ല. എത്ര മഴ പെയ്താലും ഭയങ്കര ചൂടുമാണ് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ്. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആസ് യൂഷ്വൽ ബുൾസൈയാണ്. അത്യാവശ്യം ഫുഡും കാര്യങ്ങളൊക്കെ കട വീട്ടിൽ നിന്ന് എത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വെച്ചിട്ട് കുറച്ച് ദിവസം ഓടിക്കുക. അതിൻ്റെ കൂടെ പെട്ടി അൺബോക്സിങ്ങും ഡ്രസ്സുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ 3-4 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കുക, അതേപോലെ ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് വന്നൊരു മാറ്റം, അങ്ങനെ നമ്മളൊന്ന് സെറ്റാവാനായിട്ട് അത്യാവശ്യം സമയം എടുക്കും കേട്ടോ. പിന്നെ എല്ലാവരും അടുത്തൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ അങ്ങോട്ട് ഓക്കെ ആയിട്ട് വന്നു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു പുതിയ കഫേയാണ് കേട്ടോ. ദി മഡ് പ്രൂഫ് കഫേ എന്നാണ് സംഭവത്തിൻ്റെ പേര്. അവിടെ കുറേ കാര്യങ്ങൾ മഡ് വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ പഠിപ്പിക്കും കേട്ടോ. പക്ഷേ തുടങ്ങിയിട്ട് 6 മാസമേ ആയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളവിടെ എത്തിയത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ. 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മഡിൻ്റെ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ മുകളിലാണ്. ഞങ്ങളൊന്ന് അവിടെ ചെന്ന് എല്ലാം കാണുകയും പിടിക്കുകയൊക്കെ ചെയ്ത് താഴേക്ക് പോന്നു. അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഓർഡർ ചെയ്തു. സാലഡും അതേപോലെ ചിക്കൻ്റെ ഐറ്റംസൊക്കെ ഓർഡർ ചെയ്തു. ഭയങ്കര റേറ്റ് ആണെന്ന് മാത്രമല്ല ടേസ്റ്റ് ആണെങ്കിലും ഒരു നോർമലായിരുന്നു കേട്ടോ. ഈ കുടിക്കുന്ന സംഭവത്തിനാണെങ്കിൽ ഭയങ്കര മധുരമായിരുന്നു. ഇത് കഴിച്ചാലൊന്നും നമ്മുടെ ഡിന്നർ സെറ്റാവില്ല എന്ന് മനസ്സിലാക്കി ഞങ്ങൾ നേരെ ടീ കഫേ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലേക്ക് പോയി. അതും നമ്മുടെ കളമശ്ശേരി പുതിയ റൂട്ടിലുള്ള സ്ഥലമാണ്. അവിടെ ഒരുപാട് മോമോസിൻ്റെ ഷോപ്പുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ബാർബിക്യൂ മോമോസാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇത്താത്ത ആലുവയിൽ നിന്നാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആളവിടെ കൊണ്ടുപോയി ആക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ കടന്നുപോയി. നമ്മുടെ വീടിൻ്റെ ബാക്കിലായിട്ട് തന്നെ കുറച്ച് ഫ്രൂട്ട്സ് മരങ്ങളും വെജിറ്റബിൾസും എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ അവിടത്തേക്ക് ഒന്ന് ഇറങ്ങിയതാണ്. എനിക്കിതിനോടൊന്നും തീരെ താല്പര്യമില്ലാത്തതാണ്. പക്ഷേ ഇതിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ കാണുന്നത് ഇക്കാക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഓരോ ഇലകളും എത്ര വലുതായി, എത്ര ബ്രാഞ്ചസ് പുതിയതുണ്ടായെന്ന് വരെ ആൾക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ വന്ന് നോക്കിയപ്പോഴാണ് മത്തനും തക്കാളിയും പച്ചമുളകും എല്ലാം ഉണ്ടായി കിടക്കുന്നുണ്ടായിരുന്നു. മത്തൻ പാകമായിട്ടില്ല എന്നാണ് കേട്ടോ അറിഞ്ഞത്. എന്നാൽ പിന്നെ അത് അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ തക്കാളിയും പച്ചമുളകൊക്കെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഷീറ്റ് വിരിച്ചേക്കുന്നത് കൊണ്ടാണ് കേട്ടോ നമുക്ക് ഇതിൽ കൂടെ നടക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഫുള്ള് കാട് കയറി കിടന്നേനെ. പക്ഷെ ഷീറ്റ് ഇല്ലാത്ത 2 സൈഡും അത്യാവശ്യം നന്നായിട്ട് തന്നെ കാട് കയറി കിടക്കുന്നുണ്ട്. ഇനി അതൊക്കെ ഒന്ന് ഒരാളൊക്കെ വെച്ച് ക്ലീനാക്കി എടുക്കണം.
ഇതെനിക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയില്ല കേട്ടോ. ഇക്കാടെ മൂത്ത ബ്രദറിൻ്റെ വൈഫ് എനിക്ക് ഫുഡ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. ഇടിയപ്പവും ബട്ടർ ചിക്കനൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് ആവിയിട്ടെടുത്ത് ആദ്യം പിള്ളേർക്കൊക്കെ കൊടുത്തു. ഇന്നൊരു ഫ്രൈഡേയും കൂടിയാണ് കേട്ടോ. വന്നേ പിന്നെ ഇന്നാണ് ഞാൻ വലിയൊരു മഴ കണ്ടത്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ പുറത്തു വന്ന് നിന്നു. ചെറിയ രീതിയിലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അതങ്ങോട്ടേക്ക് കൂടാൻ തുടങ്ങി. പെരുന്നാളിന് അറുത്ത ബീഫ് എന്തായാലും ഫ്രീസറിലുണ്ടായിരുന്നു. അത് പുറത്തേക്ക് ഇറക്കി വെക്കാൻ കുറച്ച് സമയം വൈകിപ്പോയിട്ടാ. 9 മണിയൊക്കെ ആയി ഞാൻ പുറത്തേക്ക് വെച്ചപ്പോൾ. അപ്പോൾ ബീഫിൻ്റെ പരിപാടി എന്തായാലും വൈകുന്നേരം നോക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. ഇന്ന് കുറച്ചധികം തിരക്കുള്ളൊരു ദിവസം തന്നെയായിരുന്നു. തലേ ദിവസം ഇത്താത്താനെ കണ്ട സമയത്ത് വീട്ടിൽ നിന്ന് ചക്ക വേവിച്ചിട്ട് എൻ്റെ ഉമ്മ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇക്കാക്ക് ചക്ക പഴുത്തതും എനിക്ക് ചക്ക ഒലത്തിയതുമാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അതെന്തായാലും സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചെറിയുള്ളിയൊക്കെ നന്നാക്കി എടുക്കുകയാണ്. ഭാഗത്തിന് വലിയ ചെറിയുള്ളിയാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ചെറിയുള്ളി അരിഞ്ഞു തുടങ്ങിയപ്പോഴാണ് കേട്ടോ കറിവേപ്പില ഇല്ലാന്ന് മനസ്സിലായത്. അങ്ങനെ പുറത്തേക്ക് ചെന്നപ്പോൾ താഴെയുള്ള ബ്രാഞ്ചസ് ഒന്നും കാണുന്നില്ല. ഏറ്റവും മുകളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ കറിവേപ്പില. മക്കൾ എന്തായാലും പള്ളിയിൽ പോകാനുള്ള റെഡിയാവലും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനൊന്നും നോക്കിയില്ല, മഴയത്ത് തന്നെ പോയി. ഭാഗ്യത്തിന് ഹെൽപ്പിനൊരുക്കാനെ കിട്ടിയിട്ടാ ആളെനിക്ക് കറിവേപ്പില വലിയൊരു കൊമ്പ് ഒടിച്ചു തന്നു. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് പച്ചമാങ്ങ ഫ്രിഡ്ജിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് 2 ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. അതെന്തായാലും ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് ഉപ്പും മുളകും ഇട്ടിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ ഹംദാന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ വന്ന് കൊടുത്തയച്ച മോരുകറിയും മുരിങ്ങാക്കോലും ചെമ്മീനും വറുത്തരച്ച കറിയും അങ്ങനെ കുറച്ച് കറികളൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സ്പെഷ്യലൊന്നും ഉണ്ടാക്കാൻ നിൽക്കുന്നില്ല കേട്ടോ. അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് ചെറിയുള്ളിയും കൊല്ലമുളകും അതേപോലെ വേപ്പിലൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചക്ക അങ്ങോട്ടേക്ക് തട്ടിക്കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ടാണ് കേട്ടോ വേവിച്ചേക്കുന്നത്. അതുകൊണ്ട് പൊടികളുടെ ഒന്നും ആവശ്യമില്ല. ഞങ്ങൾ വന്നേ പിന്നെ ഇന്ന് നല്ലൊരു മഴ കണ്ടിട്ടാ. ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നു. അതേപോലെ പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിള്ളേർ നന്നായിട്ട് മഴ നനഞ്ഞിട്ട് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചക്കയൊക്കെ വളർത്തിയെടുത്തു. ചക്കയൊക്കെ കൂട്ടി നമ്മൾ വയറ് നിറച്ച് ലഞ്ച് കഴിച്ചു. പിള്ളേരൊക്കെ എന്തായാലും TV ഒക്കെ കണ്ടിരിപ്പുണ്ട്. ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞാൻ നന്നായിട്ടൊന്ന് കിടന്ന് ഉറങ്ങിയിട്ടാ. എനിക്ക് ഉച്ച കഴിഞ്ഞ് അത്യാവശ്യം നല്ല പണിയുണ്ട്. കാരണം അറവിൻ്റെ ഇറച്ചി ആയതുകൊണ്ട് തന്നെ കട്ട് ചെയ്തിട്ടുണ്ടാവൂല കേട്ടോ. കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് ബീഫ് നല്ലൊരു പണിയാണ്. മാത്രമല്ല 1 കിലോന് മേളിലുണ്ട് കേട്ടോ. 1.5 കിലോ 2 കിലോയുടെ അടുത്തുണ്ട്. അപ്പോൾ അതൊരു കറി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നാളെയൊക്കെ ആയിട്ട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഒരു വൈകുന്നേരം 3:30 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഐസും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പയ്യെ കട്ടിങ് തുടങ്ങിയിട്ടാ. അത്യാവശ്യം കുറച്ച് എല്ലും അതേപോലെ പീസുകളും ഉണ്ടായിരുന്നു. പീസായിരുന്നു കൂടുതലും. അപ്പോൾ അതെന്തായാലും കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി വെള്ളം പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് അതിൻ്റെ മുകളിൽ വെയിറ്റ് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാത്രിയാകുമ്പോൾ കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി ഇതിന് വേണ്ട സവാളയും ചെറിയുള്ളിയും എല്ലാം ഒന്ന് nന്നാക്കി എടുക്കണം. മക്കൾ രണ്ടാളും 4 മണി വരെയാണ് കേട്ടോ വീട്ടിലുണ്ടാവുള്ളൂ. 4 മണി എന്നുള്ളൊരു സമയം ഉണ്ടെങ്കിൽ രണ്ടാളും 2 വീട്ടിലേക്ക് പോകും. ഇക്കാക്ക് 3 ബ്രദേഴ്സാണ് കേട്ടോ. 3 ആളുടെ വീടും അടുത്തടുത്താണ്. അപ്പോൾ ഒരാൾ മൂന്നാമത്തെ ഇക്കാടെ വീട്ടിലേക്കും ഒരാൾ മൂത്തിക്കാടെ വീട്ടിലേക്കുമാണ് കേട്ടോ പോകുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, അവരുടെ പ്രായത്തിലുള്ള ഫ്രണ്ട്സ് ആ വീടുകളിലാണുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ അവർ ആ വീടുകളിലേക്ക് തന്നെ പോകുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഇതിനിറങ്ങി. അപ്പോൾ കട്ട് ചെയ്ത് വെള്ളമൊക്കെ വാരാൻ വേണ്ടി വെച്ചതിന് ശേഷം ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ മൂത്ത ബ്രദറിൻ്റെ ബിൽഡിങ്ങിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് കേട്ടോ. അപ്പോൾ രാത്രി എല്ലാവരും കൂടി പൂളിൽ ഇറങ്ങാമെന്നുള്ളൊരു പ്ലാനിങ് വന്നു. അപ്പോൾ അതും കൂടി ഇന്ന് കഴിക്കാമെന്നാണ് കേട്ടോ വിചാരിക്കണേ. അപ്പോൾ എന്തായാലും എൻ്റെ ബീഫ് കറി വെക്കൽ പിന്നെയും അനിശ്ചിതത്വത്തിലാണ്. കഴുകി വെള്ളമൊക്കെ പോയതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി തന്നെ വെക്കാതെ പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പോയി വന്നതിന് ശേഷം ഈ പണിയിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബ്രദറിൻ്റെ വീട്ടിൽ പോയി വന്നപ്പോൾ അവിടെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഫ്രഷ്, നല്ല കളറ്, മധുരം അത്രയും ഇല്ല എങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞാൻ മഗ്‌രിബിന് ശേഷം തന്നെ അരിയാനൊക്കെ ഉള്ളത് എന്തായാലും കട്ട് ചെയ്ത് എടുത്തു വെക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അങ്ങനെ ഗ്രൂപ്പിൽ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആരൊക്കെ വരുന്നത് ആരൊക്കെ വരുന്നില്ല എന്നുള്ളൊരു പ്ലാനിങ് ഒക്കെ ഉണ്ടാക്കണമല്ലോ. അങ്ങനെ എല്ലാ വീട്ടിൽ നിന്നും എല്ലാവരായിട്ട് നമ്മൾ ഒരു 9 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ പൂളിലിറങ്ങിയത്. അങ്ങനെ വെള്ളത്തിന് അത്യാവശ്യം തണുപ്പ് കൂടുതലായിരുന്നു കേട്ടോ. അപ്പോൾ ഇറങ്ങണ്ടെന്ന് ആദ്യം വിചാരിച്ചു, എന്നാലും ഞാനും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കുറേ നേരം വെള്ളത്തിലൊക്കെ കിടന്ന് അവിടുന്ന് തന്നെ ചിക്കനും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത് ഫുഡൊക്കെ കഴിച്ചൊരു 11 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ തിരിച്ചു വന്നത്. ആസിം അത്യാവശ്യം വെള്ളത്തിൽ കളിച്ചത് കൊണ്ട് തന്നെ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. നാട്ടിൽ വന്നേ പിന്നെ ആളൊരു 7 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റ് പോരും. പിന്നെ ഉച്ചയ്ക്കും കൂടി ഉറങ്ങൂല കേട്ടോ.
അതുകൊണ്ട് തന്നെ കളിയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ തന്നെ ആള് രാത്രി ബോധം കെട്ടാണ് കേട്ടോ കിടന്നുറങ്ങുന്നത്. അപ്പോൾ വന്ന പാടെ തന്നെ ഹാസിമും കിടന്നുറങ്ങി. മക്കളൊക്കെ കുറച്ചു നേരം ടി വി ഒക്കെ കണ്ടതിന് ശേഷമാണ് കേട്ടോ ഉറങ്ങിയത്. ഞാനാണെങ്കിൽ എൻ്റെ കട്ടിങ്ങും ഷേവിങ്ങും എല്ലാം കഴിഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ പണി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേനൊരു 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയ ഉള്ളിയാണ് കേട്ടോ ഞാൻ കൂടുതൽ എടുത്തത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ബീഫ് കറിയാണ്. ബീഫെല്ലാം കഴുകിയത് വെള്ളമൊക്കെ പോയി നല്ല ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു. അത് കുക്കറിലേക്ക് ഇട്ടിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച സംഭവങ്ങളെല്ലാം ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുക കേട്ടോ. വെളിച്ചെണ്ണയും കറിവേപ്പിലയും നിർബന്ധമാണ്. എല്ലാം കൂടി നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ചിട്ട് പിന്നെ ഫ്ലെയിം ഓൺ ചെയ്താൽ മതി കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ബീഫ് കറിയാണ്. പണ്ടേ തുടങ്ങി കട വീട്ടിൽ വെക്കുന്ന ഒരു ടൈപ്പാണ് കേട്ടോ ഇത്. പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. തലേദിവസം ബീഫ് കറി വെച്ചാൽ രാവിലെ ഉള്ളൊരു സമാധാനം ബ്രേക്ക്ഫാസ്റ്റിനൊന്നും ഉണ്ടാക്കണ്ടല്ലോ എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ പത്തിരി കിട്ടും. അപ്പോൾ പത്തിരി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇറങ്ങിയ പാടെ നല്ല മഴയായിരുന്നു. അങ്ങനെ പത്തിരിയൊക്കെ വാങ്ങി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഇന്ന് ലഞ്ചിന് എന്തായാലും മത്തൻ്റെ ഇല കുറച്ച് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അത് കണ്ടപ്പോൾ തുടങ്ങിയതാണ് തോരൻ ഉണ്ടാക്കണമെന്നുള്ളൊരു പൂതി. അങ്ങനെ അതേ പാത്രത്തിൽ തന്നെ കുറച്ച് വഴുതനങ്ങയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും ഒന്ന് സെറ്റാക്കി എടുത്തു. പിന്നെ മുട്ട പൊരിച്ചതും തൈരും അച്ചാറും ഒക്കെ ആയിട്ട് നമ്മൾ ലഞ്ച് കഴിച്ചു. നമ്മളിപ്പോൾ പോകുന്നത് കലൂരിലുള്ള ഫ്ലീ മാർക്കറ്റിലേക്കാണ് കേട്ടോ. അവിടെ ഒരു എക്സിബിഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരു 3 ദിവസത്തെ പരിപാടിയാണ്. അപ്പോൾ ഒരു ലാസ്റ്റ് ഡേ ഒക്കെ ആയതുകൊണ്ട് ഇന്ന് എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. ഒരുപാട് ബ്രാൻഡഡ് ഡ്രസ്സുകളുടെയും അതേപോലെ ജ്വല്ലറീസിൻ്റെയൊക്കെ സ്റ്റോളുകളാണ് കേട്ടോ അവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. ഡെയിലി വെയർ ആയിട്ടുള്ള കുറച്ച് സൽവാറുകൾ വാങ്ങിക്കാന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു കേട്ടോ. നാട്ടിൽ വന്നിട്ടാണ് ഞാനത് എടുക്കാറ്. അപ്പോൾ അതെന്തായാലും ഇവിടെ നോക്കാമെന്ന് കരുതി തന്നെയാണ് നമ്മൾ ഇറങ്ങിയത്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ലഞ്ച് കഴിഞ്ഞ് ഉടനെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 2:30 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ബ്രദേഴ്സിൻ്റെ മക്കളൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ പോയത്. അപ്പോൾ എൻ്റെ സിസ്റ്ററൊക്കെ എന്തായാലും ജോയിൻ ചെയ്യും. അപ്പോൾ അവരൊക്കെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഒരുപാട് ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരത്തെ തന്നെ പോയതാണ്. നമ്മൾ ചെന്നപ്പോൾ അങ്ങനെ വലിയ തിരക്കോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം പാർക്കിങ്ങും കിട്ടിയിട്ടുണ്ടായിരുന്നു. കലൂർ സ്റ്റേഡിയത്തിൻ്റെ അകത്ത് തന്നെയായിട്ടാണ് കേട്ടോ ഈ ഒരു ഫ്ലീ മാർക്കറ്റ് ഉണ്ടായിരുന്നത്. 1 മണിക്കൂർ ഇങ്ങോട്ട് കഴിഞ്ഞോടുകൂടി തിരക്കും കാര്യങ്ങളും എല്ലാം കൂടാൻ തുടങ്ങിയിട്ടാണ്. അത്യാവശ്യം നല്ല ഓണം കളക്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് സൽവാറുകളും കഫ്താനുകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതേപോലെ ഇതൊക്കെ ബെഡ്ഷീറ്റാണ് കേട്ടോ. ബെഡ്ഷീറ്റ്സ് നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ അതിൻ്റെ പ്രിന്റും കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. അങ്ങനെ ഓരോ കടകളിലും നമ്മൾ കയറി ഇറങ്ങി. എൻ്റെ മനസ്സിൽ വാങ്ങിക്കേണ്ട ടൈപ്പ് 2-3 ചുരിദാറുകളുടെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു കേട്ടോ. അതേപോലത്തെ തന്നെ 3 ചുരിദാറുകൾ ഞാൻ അവിടെ കണ്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും നോക്കിയില്ല. 3 ഷോപ്പിലായിരുന്നു കേട്ടോ. അങ്ങനെ അത് 3 ഞാൻ അന്ന് അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ വാങ്ങിയ ചുരിദാറുകളുടെ ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിൽ എന്തായാലും വിടാട്ടോ. ഒരുപാട് ജ്വല്ലറീസും ഐറ്റംസും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓണത്തിൻ്റെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർ ജ്വല്ലറീസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ ബാക്കിലേക്ക് വരുമ്പോൾ ഒരുപാട് ഫുഡ് സ്റ്റോളുകളും പിന്നെ പാട്ടും പരിപാടികളും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങളൊരു 2.5-3 മണിക്കൂറോളം സ്റ്റോളിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റോളുകളെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് കേട്ടോ ടോയ്സിൻ്റെ ഷോപ്പ് ഹാസിമ് കണ്ടത്. പിന്നെ അവിടെ നിന്ന് കാറ് വാങ്ങിക്കേണ്ട ബഹളമായിരുന്നു. കാറിൻ്റെ കാര്യത്തിൽ ആള് ഭയങ്കര സെലക്റ്റീവാണ് കേട്ടോ. ഏതെങ്കിലും ഒരു കാറ് സെലക്ട് ചെയ്ത് പുറത്ത് വരും. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ആൾക്ക് പിന്നെ അത് മാറേണ്ട വരും കേട്ടോ. അങ്ങനെ ഒരുപാട് നേരത്തെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആളൊരു കാറിൽ ഉറപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പുറത്തേക്ക് വന്ന ഒരുപാട് സ്റ്റോളുകൾ അവൈലബിൾ ആണ് കേട്ടോ. ഇവിടെ ചിക്കൻ്റെ ഒരുപാട് വെറൈറ്റി ഒക്കെ ഉള്ള ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടുന്ന് നമ്മൾ 3 ടൈപ്പ് ചിക്കൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാർബിക്യൂലും പിന്നെ മാംഗോ ഫ്ലേവറൊക്കെ ഉള്ളൊരു ചിക്കനായിരുന്നു. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കാതെ തന്നെ ഈ താത്തായും അവരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരും കൂടി ജോയിനായി. നമ്മൾ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം പാട്ടൊക്കെ കേട്ടിരുന്നു. പിന്നെ ഒരു 6-7 മണിയോടുകൂടി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. കാരണം നമ്മൾ 2:30 മണിക്കാണ് അവിടെ വന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിചാരിച്ച പോലത്തെ ഡ്രസ്സും കിട്ടി. അങ്ങനെ ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് പോന്നു. അങ്ങനെ 25-ന് നമുക്ക് എന്തായാലും കോഴിക്കോട് ഒരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനായിട്ട് എന്തായാലും എനിക്ക് ഡ്രസ്സ് വേണമായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്തായാലും വെർത്താവുകയും ചെയ്തു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങളും ഉണ്ട്. തിരക്ക് കൂടി വരുന്ന സമയമാണ് കേട്ടോ ഈ ഒരു ടൈം. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എറണാകുളത്തിൻ്റെ അവസ്ഥ അറിയാലോ, നല്ല ബ്ലോക്കാണ്. NRIക്കാർ വരുന്നത് പ്രമാണിച്ചും അതേപോലെ ഓണം ആയതുകൊണ്ടൊക്കെ ഇനിയും എക്സിബിഷൻസ് വരാനുണ്ട് കേട്ടോ എറണാകുളത്ത്. അപ്പോൾ ഇതെന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു.
അപ്പോൾ നാട്ടിലെ വിശേഷങ്ങളും കുക്കിംഗ് വ്ലോഗും ഒക്കെ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ ഇന്നത്രയൊക്കെ ഉള്ളൂ. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.